റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയാകുമെന്ന് സൂചന നൽകി സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കോൺഗ്രസ് നേതാക്കളോടൊപ്പം യുഡിഎഫിനെ ശക്തിപ്പെടുത്തുന്നതിൽ അധ്വാനിച്ച വ്യക്തിയാണ് കുഞ്ഞാലിക്കുട്ടിയെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ലീഗിന് അർഹതപ്പെട്ടത് അനുവദിച്ചു തരാൻ മുന്നണിക്ക് ബാധ്യതയുണ്ട് എന്നും സാദിഖ് അലി തങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും പ്രകടനത്തിന് പിന്നാലെയാണ് മുസ്ലിം ലീഗ് മന്ത്രിസഭാ ചർച്ചകളിലേക്കും കടക്കുന്നത്. ചരിത്ര വിജയം നേടിയ ലീഗിന് ഇത്തവണ ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നാണ് അണികളുടെ അഭിപ്രായം. ഔക്കാദർ കുട്ടിനഹയ്ക്ക് ശേഷം ലീഗിൽ നിന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയാകുമെന്ന സൂചനയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നൽകുന്നത്. യുഡിഎഫിന്റെ തന്നെ നേതൃരംഗത്തെ ഏറ്റവും പ്രമുഖനായ വ്യക്തിത്വമാണ്. കേരളത്തിൽ എല്ലായിടത്തും അറിയപ്പെടുന്ന വ്യക്തിയാണ്. യുഡിഎഫിന്റെ മുൻനിരയിൽ മറ്റുള്ള കോൺഗ്രസ് നേതാക്കളോടൊപ്പം തന്നെ ചേർന്ന് നിന്ന് യുഡിഎഫിനെ ശക്തിപ്പെടുത്തുന്നതിൽ വളരെ അധ്വാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അതേസമയം ഇത്തരം ചർച്ചകളിൽ ഇപ്പോൾ താല്പര്യമില്ലെന്നായിരുന്നു പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ച ഈ ഘട്ടത്തിൽ കൊണ്ടുവന്ന് രാഷ്ട്രീയമായ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ഒരു സ്ഥാനത്തിന്റെ കാര്യം വലിച്ചിട്ട് അത് ചർച്ചയാക്കുക എന്നുള്ളത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ലീഗിന്റെ മന്ത്രിമാരിൽ കൂടുതലും പുതുമുഖങ്ങൾ തന്നെയായിരിക്കും. പുതുമുഖങ്ങളായിരിക്കും. കുഞ്ഞാലി സാഹിബ് ഉണ്ടാവും ഏതായാലും. പിന്നെ അദ്ദേഹത്തിനോടൊപ്പം പുതുമുഖങ്ങളാണല്ലോ നമുക്ക് വരികേണ്ടി വരും. ഇഷ്ടംപോലെ പുതുമുഖങ്ങളുണ്ട്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി സ്മിജിയെ പ്രഖ്യാപിച്ച സാദിഖ് അലി ശിഹാബ് തങ്ങൾ മന്ത്രിസഭയിലേക്ക് ഫാത്തിമ തഹ്ലിയ അയച്ചാലും അത്ഭുതപ്പെടാനില്ല. റിപ്പോർട്ടർ, മലപ്പുറം.